വസ്ത്രം അല്ലേ? തമിഴാന്നല്ലോ നല്ലത്. മലയാളത്തെക്കാളും കുറച്ചുകൂടി എഫക്ട് തമിഴാ. വിനോദ വസ്ത്രം. എന്താ വസ്ത്രം മോളെ? അവിടെ നിന്ന് പ്രസംഗിച്ചിട്ടേ ഉള്ളു. വിനോദ വസ്ത്രങ്ങളെയും സാൽവൈകളെയും പോർവൈകളെയും കുപ്പികളെയും കണ്ണാടികളെയും സല്ലാകളെയും സാൽവ എന്നാ മലയാളത്തല്ലേ? വായിച്ചോ. സല്ലാകളെയും കുല്ലാക്കളെയും துப்பட்டாக்களையும் உரிந்து போடுவார். அப்பொழுது சுகந்தத்துக்கு பதிலாக துர்க்கந்தமும் கச்சைக்கு பதிலாக கயிறும் மயிர் சுருளுக்கு பதிலாக மொட்டையும் ஆடம்பரமான வஸ்திரங்களுக்கு பதிலாக ரெட்டு கச்சும் அழகுக்கு பதிலாக கருகி போகுதலுக்கும் இருக்கும். உன் புருஷர் கட்கத்தினாலும் உன் ബലശാലികൾ. മതി. ഇനി ഷൂ പാസ്റ്റർ ഈ മൈക്ക് അപ്പച്ചനിലോട്ട് കൊടുത്ത നല്ല എഫക്റ്റ് ആയിട്ടൊന്ന് വായിച്ചേ. കൊടുക്ക് അങ്ങോട്ട് കൊടുത്തേ. അവിടെ ഇരിക്കുക. അവിടെ വായി ഓണാക്കി വെച്ചങ്ങോട്ടൊന്ന് വായിച്ചേ. ஆதலால் ஆண்டவர் சியோன் குமாரத்திகளின் உச்சந்தலையை மொட்டையாக்குவார். கர்த்தர் அவர்கள் மானத்தை குலைப்பார். அந்நாளில் ஆண்டவர் அவர்களுடைய ஆபரணங்களாகிய சிலம்புகளையும் சுட்டிகளையும் பிரச்சித்தாக்களையும் ஆரங்களையும் அஸ்தகடகங்களையும் தலைமுக்காடுகளையும் சிரபூஷணங்களையும் ശിരഭൂഷണം ഉണ്ട്. അതാണ് ശിരഭൂഷണം എന്ന് പറഞ്ഞ മുടി ഒതുങ്ങാനായിട്ട് 1 or 2 സ്ലൈഡ് കുത്തിയാ കുഴപ്പമില്ല. വേറെ ഉണ്ട് ശിരഭൂഷണം. അതിപ്പോ കല്യാണത്തിനും പെന്തിക്കോസുകാര് പെൺപിള്ളേർ ഒരുക്കിക്കൊണ്ട് വരുമ്പോ അങ്ങനെ ഉണ്ടല്ലോ ശിരഭൂഷണം. ചിലയിടത്തിലല്ലേ, മിക്കടത്തും ഉണ്ട്. ഇല്ലാത്തത് TPM-കാരുടെ ഇടയിൽ മാത്രമേ ഇല്ല. അവിടെ ഈ വേലയൊന്നും അവിടെ TPM-കാർ ഒരുക്കിക്കൊണ്ട് വരുമ്പോൾ സെൻട്രൽ മദർ അവിടെ നിന്ന് നോക്കും. കൊച്ചു സിസ്റ്ററെ പറഞ്ഞു വിടുക, അതിനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറയും. അവർ നേരെ അതിലേക്കൂടെ കറക്കി അകത്ത് കയറ്റി 15 മിനിറ്റ് കഴിയുമ്പം അതിലേക്കൂടെ ഇറക്കി ഇവിടെ കൊണ്ടിരുത്തും. നമ്മൾ ഒറ്റ നോട്ടം നോക്കിയാൽ വേറൊരു സിസ്റ്റർ വന്നിരിക്കുന്ന പോലെ തോന്നും. അതാ. നിനക്ക് താല്പര്യമില്ല, നീ അങ്ങോട്ട് ചെല്ലണ്ട, വേറെ വഴിക്ക് പൊക്കോളാൻ അവർ പറയുകയും ചെയ്യും. അവർ പറയത്തില്ല, നീ തന്നെ പൊക്കോളും. ഇവിടുത്തെ പാസയുടെ അമ്മാമ്മ ആ ബ്യൂട്ടി പാർലറിൽ അവളെ കൊണ്ട് പോയി ഒരുക്കുന്നത്. കാരണം അമ്മാമ്മയ്ക്കൂടെ ആ കെയറോപ്പിൽ ആൾക്കളുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? സ്തോത്രം. അവിടെ നടക്കുകയല്ല. വായിച്ച ശിരഭൂഷണങ്ങളും പിന്നെ പാദരസങ്ങളെയും മാർക്കച്ചകളെയും സുഗന്ധഭരണികളെയും. എന്തുവാ സുഗന്ധഭരണി എന്ന് പറഞ്ഞാൽ പെർഫ്യൂം ആയിരിക്കും. പല ടൈപ്പ് ഉണ്ട്. കാശുള്ളത്, കാശില്ലാത്തത്, ആണുങ്ങൾ അടിക്കുന്നത്, പെണ്ണുങ്ങൾ അടിക്കുന്നത്. കിളവിക്കടിക്കുന്നുണ്ടോ? കാണുമായിരിക്കും. കമ്പനികളുണ്ട് ഇഷ്ടത്തിന്. കമ്പനികളുണ്ട്, കാണാൻ സാധ്യതയുണ്ട്. വായിച്ചോ. തായ്ത്തുകളെയും തായ്ത്ത് എന്തുവാ? ഇതൊക്കെ പണ്ടകാലം ഉള്ളത്, ഇപ്പോഴും ചിലർക്കുണ്ട്. തൊടലോ? വായിച്ചോ. മോതിരങ്ങളെയും മൂക്കുത്തികളെയും വിനോദ വസ്ത്രം. എന്താ വസ്ത്രമാ? വിനോദ വസ്ത്രം. അപ്പൊ വിനോദിക്കാനുള്ള പ്രത്യേക വസ്ത്രം. ഞാൻ ഇപ്പൊ വ്യാഖ്യാനിക്കുന്നില്ല. സാൽവകളെയും പോർവൈകളെയും കുപ്പികളെയും കണ്ണാടികളെയും ചെല്ലാക്കളെയും കുല്ലാക്കളെയും തുപ്പട്ടാക്കളെയും ഉരിന്തു പോടുവാ. തുപ്പട്ട മീൻസ് അതിന്റെ വസ്ത്രങ്ങളുടെ പേര്. ഷാള്. പിന്നെ ഉരിന്തു പോടുവാർ. അതൊക്കെ ദൈവം അടിച്ചു മാറ്റി വിടുമെന്ന് വായിച്ചോ. அப்போது சுகந்தத்துக்கு பதிலாக துர்க்கந்தமும் கச்சைக்கு பதிலாக கயிறும்
மயிர் சுருக்குகளுக்கு பதிலாக மொட்டையும் ஆடம்பரமான வஸ்திரங்களுக்கு பதிலாக അപ്പൊ ശ്രദ്ധിക്കുക, ഇതെല്ലാം പാപത്തിന്റെ പട്ടികയിലാണ് എടുത്തിരിക്കുന്നത്. അഴകുക്ക് പതിലാക കരുകിപ്പോതലും ഒരു ദൈവ പൈതൽ യോഗ്യമായിട്ടായിരിക്കണം നടക്കുകയും ജീവിക്കുകയും ചെയ്യേണ്ടത്. അവൻ നിക്കോലോവിയ ഉപദേശം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താലും കുഴപ്പമില്ല, എന്തും കഴിക്കാം, എന്തും കുടിക്കാം, എന്തും കൊടുക്കാം, എങ്ങനെ നടക്കാം, എപ്പടി നടക്കാം, സൺഡേ വരുന്നതിന് കുഴപ്പമില്ല, ആത്മാവ് രക്ഷപ്പെട്ടല്ലോ, ആത്മാവിന് കുഴപ്പമൊന്നുമില്ല. അതാണ് നിക്കോലോവിയ ഉപദേശം. ഇതാരായി നിക്കോലോവ? ആദിമസഭയിൽ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഒരു 7 പേരെ തെരഞ്ഞെടുത്തു പ്രശ്നം പരിഹരിക്കാൻ. ആ 7 പേരിൽപ്പെട്ട ഒരുവന്റെ പേരാണ് നിക്കോലോമാസ്. അവൻ അന്ത്യോക്യക്കാരനാണ്. വായിച്ച് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 4 മുതൽ വായിച്ച് അപ്പോസ്തല പ്രവർത്തി 6-ന്റെ 4 മുതൽ. அப்பொழுது சிவப்பான வேறொரு குதிரை புறப்பட்டது. அதன் மேல் ஏறி இருந்தவனுக்கு பூமியில் உள்ளவர்கள் ஒருவரை ஒருவர் 6:4 அப்போஸ்தலர் 6:4 ஜெபம் பண்ணுவதிலும் ദേവവചനത്തെ ബോധിക്കുന്ന ഊഴിയത്തിലും ഇടവിടാமல் തരിത്തിരിപ്പോ. ഞങ്ങളോ ദൈവത്തിന്റെ വചനത്തിലും ആമേൻ, ഞങ്ങളോ വചന ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും ഉദ്ധരിക്കും. അടുത്തത്, இந்த யோசனை சபையார் எல்லாருக்கும் பிரியமாயிருந்தது. அப்பொழுது விசுவாசமுள்ள പരിശുദ്ധ ആവിയും നിറഞ്ഞവനുമായ വിശ്വാസവും പരിശുദ്ധാത്മാവ് നിറവുമുള്ള 7 പേരെ സ്തേവാൻ, ഫിലിപ്പോ തെരഞ്ഞെടുക്കണം. ആ 7 പേരുടെ പേര് വായിച്ചേ. സ്തേവാൻ, സ്തേവാനോസ്, ഫിലിപ്പോസ്, പിരഗോരയും നിക്കാനോരയും തീമോനെയും ബർമനാവയും യൂദമാർക്കത്ത് அமைந்தவனாகிய അന്ത്യോക്യ പട്ടണത്താനായ നിക്കോലാവയും தெரிந்துകൊണ്ടു. അന്ത്യോക്യ പട്ടണക്കാരനായ നിക്കോലാവാസ്. അപ്പോൾ ആദിമസഭയിൽ പ്രശ്നങ്ങൾ രൂക്ഷമായപ്പോൾ ദിനംപ്രതികളുടെ ശുശ്രൂഷയിൽ സഹോദരിമാരെ യവനായ സ്ത്രീകള് ഉപേക്ഷയായിട്ട് വിചാരിക്കുന്നുവെന്ന് തർക്കമുണ്ടായപ്പോൾ അപ്പോസ്തലന്മാരുടെ അടുക്കൽ പ്രശ്നം വന്നു. അപ്പോൾ അപ്പോസ്തലന്മാര് പറഞ്ഞു, ഞങ്ങൾ മേശമേ ശുശ്രൂഷിക്കുന്നില്ല, ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് ജ്ഞാനവും സാക്ഷ്യവും പരിശുദ്ധാത്മാവുമുള്ള വിശ്വാസമുള്ള 7 പേരെ തെരഞ്ഞെടുക്കണം. മലയാളത്തിൽ അങ്ങനല്ലേ എഴുതിയേക്കുന്നത്? പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും എന്ന് പറഞ്ഞു. ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി. വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തേഫാനോസ്. അപ്പോൾ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തേഫാനോസ് ആദ്യമായി 7 പേരെ തിരഞ്ഞെടുത്തു. അതിലൊരുത്തനാണ് നിക്കോലാവാസ്. അപ്പൊ ആരംഭ സമയത്ത് പരിശുദ്ധാത്മാവും ഉണ്ടായിരുന്നു, വിശ്വാസവും ഉണ്ടായിരുന്നു. അതിന് മുകളിൽ നല്ല സാക്ഷ്യം എന്നൊരു പ്രയോഗമുണ്ട്. 6:1 മുതൽ വായിച്ച്. ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ വിധവമാരെ ദിനം പ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന്. 12 ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ചു മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞു നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ. അതുകൂടെ ചേർത്ത് പറഞ്ഞ ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യം. അപ്പൊ ആത്മാവും ജ്ഞാനവും നിറഞ്ഞ, ജ്ഞാനമുള്ളവര്, ആത്മാവുള്ളവര്, സാക്ഷ്യമുള്ളവര്, വിശ്വാസമുള്ളവര്, പരിശുദ്ധാത്മാവുള്ള ഈ ക്വാളിറ്റിയുള്ള 7 പേരെ തിരഞ്ഞെടുത്തു. അതിലൊരുത്തൻ കുറെ കാലം കഴിഞ്ഞപ്പോൾ ഈ ഉപദേശം ഉണ്ടാക്കി. അവൻ ഉണ്ടാക്കിയ ഉപദേശമായതുകൊണ്ട് ആ ഉപദേശത്തിന് നിക്കോലോവിയ ഉപദേശമെന്ന്. ഇവൻ ആരംഭകാലത്ത് സാക്ഷ്യമുള്ളവനാ, പരിശുദ്ധാത്മാവുള്ളവനാ, വിശ്വാസമുള്ളവനാ, ജ്ഞാനമുള്ളവനാ. പക്ഷെ കുറെ കഴിഞ്ഞപ്പം അങ്ങനല്ലേ പെന്തിക്കോസിൽ ഇപ്പം വന്നേക്കുന്നേ. ആരംഭ സമയത്ത് നല്ല ജ്ഞാനവും സാക്ഷ്യവും പരിശുദ്ധാത്മാവും വിശ്വാസവും പ്രത്യാശയൊക്കെ ഉണ്ട്. കുറെ നാൾ കഴിഞ്ഞപ്പോ കണ്ടമാനം കാശ് വന്നു. കാശ് വന്നപ്പോൾ ഉപദേശം മാറ്റി. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. 1ഉം 2ഉം കുടുംബമായിട്ട് അവൻ പഴയ തമ്പേറുമൊക്കെ എടുത്തി പാട്ട് പാടിയപ്പോൾ നല്ല ഉപദേശത്തിലാണ് നിന്നത്. നല്ല ഉപദേശമാണ്. കാരണം ജ്ഞാനമുണ്ട്, സാക്ഷ്യമുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, വിശ്വാസമുണ്ട്, നല്ല സാക്ഷ്യമുണ്ട് ആരംഭത്തിൽ.
കുറെ കാലം കഴിഞ്ഞപ്പോൾ കാശ് കണ്ടമാനം വരാൻ തുടങ്ങി. ബിൽഡിംഗ് ആയി, കാശായി, ഫണ്ടായി, വരവായി. ആൾക്കാർ കുറച്ചുകൂടെ നാടൻ ഭാഷ പറഞ്ഞ് സ്റ്റാറ്റസ് ഉള്ളവർ വരാൻ തുടങ്ങി. കാശുകാരിപ്പം കണ്ടമാനം വരാൻ തുടങ്ങി. ഓടിയിലും BMW ഒക്കെ ആൾക്കാർ സഭ വരാൻ തുടങ്ങി. യോഗത്തിനിരിക്കുമ്പോൾ ഓടിയുടെ ചാവി എടുത്തവൻ കറക്കുക. അവൻ ആത്മാവിലാകത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? പണ്ട് ഓട്ടോയിൽ വരുന്ന 5 പേരായിരുന്നു. ആ ഓട്ടോ സൈഡിലിട്ട് അതുങ്ങൾ കയറിയിരിക്കും. ഇപ്പോൾ ഓടിയിലും BMW വരുമ്പോൾ പഴയ ഓട്ടോക്കാരന് പറയാം, ഓട്ടോമാനടാ വണ്ടി വരുന്ന കാണാൻ മേലെ. ഓട്ടോക്കാരനെ എല്ലാം തട്ടി മൂലയിലാക്കി ഓടിക്കാരനകത്ത് ഓടി കയറുകയും ചെയ്തു. ഞാൻ ഓടിയുള്ളവർക്കെതിരല്ല ഈ പറഞ്ഞത്. കാശും ചുറ്റുപാടും പൊസിഷനും ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഉപദേശം മാറ്റിയെന്ന്. വലിയ വലിയ മെയിൻ ഉപദേശിമാരെ നിങ്ങൾ ശ്രദ്ധിച്ചേ. അതിപ്പോൾ നമ്മൾ ശരിയാണ്, നമ്മൾ ആരംഭത്തിലൊക്കെ അങ്ങനെ. പക്ഷെ ഇപ്പം സ്റ്റാൻഡേർഡ് ഉള്ളവരൊക്കെ നമ്മുടെ ചർച്ചിൽ വരാമെന്നില്ല. അവർ ചിലപ്പോൾ ഒരു പെക്കടിച്ചെന്ന് വരും. നമ്മളിപ്പോൾ അതൊന്നും പരാമർശിക്കേണ്ട കാര്യം ഇല്ല. കാരണം അവറാച്ചായന് അജീർണത കണ്ടമാനം. അവറാച്ചായൻ്റെ വൈഫാണ് ഇരിക്കുന്നത്. അവർ വലിയ ബിസിനസ്സുകാരാണ്. അമ്മാമ ഒരു തരി ഇട്ട് ഒരു ചെറുത് നമ്മൾ സൂക്ഷിച്ച് നോക്കിയാലേ കണ്ടുപിടിക്കാൻ പറ്റും. സ്റ്റാറ്റസ് അങ്ങനെ. നമ്മളിപ്പോൾ അതിനെ ഒന്നും പരാമർശിക്കേണ്ട കാര്യം. ഇങ്ങനെ പറഞ്ഞു ഇത് മൊത്തം തെറ്റിച്ചു. പിന്നെ അവരിപ്പം ഇച്ചിരി ഇടുക കൊടുക്കാൻ നമ്മൾ തിരുമേശയും കൊടുത്താൽ നമ്മളതല്ലല്ലോ, കർത്താവിൻ്റെ അല്ലേ. അത് അവരും ദൈവവും കൂടെ. സ്തോത്രം. എന്നാ വല്ലോ നടക്കുവോ? അവൻ നിക്കലോവിയ ഉപദേശക്കാര് സഭയ്ക്കകത്ത് കൂടി. ഈ കാരണങ്ങൾ കൊണ്ട് ഇപ്പൊ യേശു സഭയ്ക്കകത്ത് ഇല്ല. കർത്താവ് വെളിയിൽ നിന്ന് മുട്ടുക, അകത്തോട്ട് കയറ്റുന്നത്. ഞാൻ എല്ലാ ഭാഗവും എടുത്താൽ ഇന്ന് ചിലപ്പം അത് പൂർത്തീകരിക്കാനൊക്കത്തില്ല. അതുകൊണ്ട് ആ ഭാഗം അധികം ഇനിയും പറയുന്നില്ല. ഒന്ന്, ബിലിയാമിന്റെ ഉപദേശക്കാര് സഭയ്ക്കകത്ത് കയറി. 2, നിക്കലോവിയ ഉപദേശക്കാര് സഭയ്ക്കകത്ത് കയറി. 3, കള്ളയപ്പോസ്തലന്മാർ ഇപ്പൊ ഇതിനകത്ത് കയറി. കള്ളയപ്പോസ്തലന്മാർ. നിങ്ങൾ ആ 2-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചേ. 2:2 മുതൽ വായിച്ചോ. വെളിപ്പാട് പുസ്തകം 2:2 മുതൽ. ഉൻ கிரியைகளையும் உன் பிரயாசத்தையும் உன் பொறுமையும் நீ பொல்லாதவர்களை சகிக்க கூடாமல் இருக்கிறதையும் அப்போஸ்தலர் அல்லாதவர்கள் தங்களை அப்போஸ்தலர் என்று சொல்லுகிறதை நீ சோதித்து அவர்களை பொய்யர் என்று കണ്ടറിந்ததைയും നീ സഹിച്ചു കൊണ്ടിരിക്കുന്നதைയും. അപ്പോൾ അപ്പോസ്തലന്മാർ അല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ മനസ്സിലായി എന്ന് പറഞ്ഞാൽ കള്ളയപ്പോസ്തലന്മാർ ഇതിനകത്ത് കയറി. കള്ളയപ്പോസ്തലന്മാർ. പണ്ടൊക്കെ ഈ ചർച്ച് ഓഫ് ഗോഡ് അസംബ്ലീസ് IPC ഒക്കെ ആയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. നേരത്തെയൊക്കെ സഭയുടെ ചാർജിലൊക്കെ വരണമെങ്കിൽ 2, 3, 4 വർഷം ബൈബിൾ സ്കൂളിൽ പഠിക്കണം. ബൈബിൾ സ്കൂളിൽ പഠിക്കണം. പാസ്റ്റാറിനെ ഇഷ്ടം പോലെ പഠിച്ചു വെച്ചിരിക്കുക. BTH കഴിഞ്ഞു, BD കഴിഞ്ഞു, MDH കഴിഞ്ഞു. നമ്മൾ കഷ്ടിച്ച് BTH. സ്തോത്രം. അപ്പൊ അവിടെ ബൈബിൾ സ്കൂളിൽ പോകണം, അവിടെ പഠിക്കണം, അവിടുത്തെ പാഠങ്ങൾ പഠിക്കണം. ചിലപ്പോൾ അവിടെ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യേണ്ടി വരും. അതൊക്കെ അത് തെറ്റൊന്നുമല്ല, ചെയ്യണം. അവിടെ ജോലി ചെയ്താലേ വീട്ടിലും ജോലി ചെയ്യുന്നത് തെറ്റൊന്നുമല്ല. അവിടെ ഗുരുക്കന്മാർ കാണാൻ അവർ പറയുന്ന കാര്യം കേൾക്കണം. ചിലപ്പോൾ അവരുടെ കൂടെ അവരുടെ ബാഗ് എടുത്തുകൊണ്ട് ചിലപ്പോൾ ഒന്ന് പോയെന്ന് വരും. അങ്ങനെ ഉണ്ട്. അതൊന്നും തെറ്റൊന്നുമല്ല. മോശയുടെ കൈക്ക് വെള്ളം ഒഴിച്ചെന്നല്ലേ പുസ്തകത്തിൽ വായിക്കുന്നേ? അതോ മോശയുടെ കൈ ആ വെള്ളം എടുത്ത് മോശയുടെ മോന്തയ്ക്ക് ഒഴിച്ചെന്നാണോ? മോന്തക്കടിക്കാൻ യോശുവ ഒരിക്കലും കയറി വരികയല്ല. വിനയത്തോടെ, താഴ്മയോടെ, പക്വതയോടെ നിന്ന് ശുശ്രൂഷകൾ ചെയ്തു. അപ്പോൾ സീനിയർ പാസ്റ്റർമാർക്ക് തോന്നും, അവനെ സഭയുടെ ചാർജ് ഒന്ന്. അതെത്ര നാൾ കണ്ടും കൂട്ടും കേട്ടും കൂടെ നടന്ന് പെട്ടിയെടുത്ത ബാഗും ഒക്കെ ചുമന്ന് അവരുടെ കൂടെ നടന്ന് ചിലപ്പോൾ അവര് പ്രസംഗിക്കാനൊന്നും ആദ്യം സമയം തരികയല്ല. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ചിലപ്പോൾ വെള്ളം എടുത്ത് കൊടുക്കാനായിരിക്കും മതി. ആ വെള്ളം അവരുടെ പരുവത്തിന്
അവർ കുടിക്കുന്ന പരുവത്തിന് കൊണ്ട് കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും അവന് കൊള്ളാം. സ്തോത്രം. പ്രസംഗിക്കാൻ പഴയ ഉപദേശമാരൊക്കെ പ്രസംഗിക്കാൻ മൈക്കിൻ്റെ അവിടോട്ട് വരുമ്പോൾ ആ കൊച്ചുപദേശം ഓടിച്ചെന്ന് മൈക്കെല്ലാം ഒന്നുകൂടെ വൃത്തിയാക്കി കൊടുത്ത് അല്ലെങ്കിൽ വെച്ച് ഒന്ന് റെഡിയാക്കി അവർക്ക് മനസ്സിലാകും ഇവൻ ശുശ്രൂഷയ്ക്ക് ഒരു വിഷയം പ്രസംഗിച്ച് വരുമ്പോൾ അവൻ ആ വാക്യം എടുത്ത് വെച്ചോണ്ടിരിക്കും. സൂക്ഷം പുള്ളി അവിടെ വരുമെന്ന് അവനറിയാം. അന്നേരം അത് വായിച്ചു കൊടുക്കുക. അപ്പൊ ഒന്ന് നോക്കും. പ്രായമുള്ള ഉപദേശമാര് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം പ്രായമുള്ളവരുണ്ടല്ലോ, ചിലപ്പോൾ കണ്ടിന്യൂ പറയുമ്പോൾ ബുദ്ധിമുട്ട് വരും. ചിലപ്പോൾ ഒരു വാക്യം മറന്നു പോകുന്നു വരും. ഉടനെ അതെടുത്ത് കൊടുക്കും. ആ പ്രസംഗിച്ചുകൊണ്ടിരിക്കും പഴയ ശൈലിയാ. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ക്ഷീണമോ എന്ന് അന്നേരം ആ പ്രസംഗ വിഷയത്തിന് അനുസരിച്ച പാട്ട് എടുത്ത് പാടും. അപ്പൊ പ്രസംഗിച്ച പുള്ളിക്ക് ആശ്വാസം. പാട്ട് പാടുമ്പോൾ ഒന്ന് നോക്കി. അപ്പൊ അവർക്ക് ബോധ്യപ്പെടും ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. വലിയ ഉപദേശി പ്രസംഗിച്ച് ശുശ്രൂഷയ്ക്ക് അങ്ങോട്ട് ഇറങ്ങി. അപ്പൊ കൊച്ചുപദേശി കൂടെ ഉണ്ട്. അപ്പോൾ പുള്ളി ഇറങ്ങി ഉടനെ പ്രായമുള്ള അപ്പച്ചനാണെങ്കിൽ പുള്ളി എല്ലാം ഒരുങ്ങി ഇറങ്ങി ഉടനെ വടി കൊണ്ട് കൈ കൊടുത്തു. വടി പിടിക്കുന്ന അപ്പച്ചനാണെങ്കിൽ അപ്പൊ പുള്ളി ഒന്ന് നോക്കും. കൊള്ളാം. അങ്ങനൊക്കെ നോക്കിയും കണ്ടും ശ്രദ്ധിച്ചും എത്ര നാള് കൂടെ നടന്നാലാ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കൺവെൻഷൻ വേദി പറയും ജോസ് കുട്ടി ഒരു 10 മിനിറ്റ് എടുത്താട്ടെ. ഇന്നത്തെ ജോസ് കുട്ടിയാനെ ബൈബിൾ സ്കൂളിൽ ഇറങ്ങുമ്പോൾ അപ്പച്ചനെയാണ് വിളി. അപ്പച്ചനെ മുടക്കി വെച്ച് ഞാൻ വരാമെന്ന് പറയും. അപ്പച്ചനെ അമ്മക്ക് ഇനി ആശീർവാദം പറയാൻ പറ്റും ആ മൂലയിലെങ്ങാനും. ഞാൻ ഇന്നലെയും ചില വിഷയം സംസാരിച്ചപ്പോൾ ഓർപ്പിച്ചു, ഈ ചർച്ച് ഓഫ് ഗോഡും അസംബ്ലീസ് ഓഫ് ഗോഡിലും ഒക്കെ പ്രായമുള്ള കർത്തദാസന്മാർക്കല്ലേ ഇപ്പൊ റിട്ടയർഡ് മാസ്റ്റർ. അങ്ങനെ ഒരു മാസ്റ്റർ പുസ്തകത്തിലില്ല. അതാ ശാപം. സീനിയർ ദൈവദാസന്മാരെ ഒന്നും ഇപ്പം ബഹുമാനിക്കുന്നില്ല. പിള്ളേരെല്ലാം കൂടെ കയറി അങ്ങ് കുന്തളിപ്പ. സീനിയർ പാസ്റ്റർമാരുണ്ട്, പക്വത വന്ന ഇരുത്തം വന്ന ശുശ്രൂഷയിൽ പരിചയമുള്ള നല്ല ദൈവദാസന്മാരുണ്ട്. അവർക്കാർക്കും ഇപ്പൊ അവസരമില്ല. നിങ്ങൾ വലിയ വലിയ കൺവെൻഷനൊക്കെ ചെന്ന് എല്ലാം ചെറുപ്പക്കാരെ കയറിയിരുന്നങ്ങ് ബലസുക. മിണ്ടുന്നില്ലല്ലോ ആരും. പ്രായമുള്ള ദൈവദാസന്മാരെ ബഹുമാനിക്കണം. ഞാൻ വചനത്തിന്റെ ചുവട് പിടിച്ചാ പറയുന്നത്. ആരോഗ്യവും ഓർമ്മയും ശുശ്രൂഷകൾ തന്മയത്വവും അതിന് പക്വതയും അതിനുള്ള കഴിവുണ്ടെങ്കിൽ മരണം വരെ ഒരു ശുശ്രൂഷിക്കണം. മരണം വരെ ഒരു ശുശ്രൂഷിക്കണം. ഒന്നുകൂടെ തെളിച്ച് പറയാം. ഇതാരിലെ കത്തി എഴുതി ചിലപ്പോൾ ഇതിടുന്നെങ്കിൽ നല്ലതാ. ഓർമ്മയും ആരോഗ്യവും ശുശ്രൂഷയിൽ പരിജ്ഞാനവും പക്വതയുമുണ്ടെങ്കിൽ എന്റെ അഭിപ്രായം അവരുടെ മരണം വരെ ഒരു ശുശ്രൂഷിക്കണം. ആ കാര്യത്തിൽ ഞാൻ IPCയിലെ ബഹുമാനം കൊടുക്കുന്ന ആളാണ് പാസ്റ്റർ MB വർഗീസ് അവർകൾ. ഇപ്പൊ 98 വയസ്സ് കഴിഞ്ഞ് ഇപ്പോഴും പുള്ളി വിവാഹ ശുശ്രൂഷയ്ക്ക് എന്തോ നല്ല തന്മയത്തമായിട്ടാണ് കയറി അങ്ങോട്ട്. പോഴത്തരവൊന്നും പറയത്തില്ല. ചിലക്ക് പിന്നെ പ്രായമായ പോതക്കാടെല്ലാം വിളിച്ച് ചെറുക്കനോട് പറയേണ്ട പെണ്ണിനോട് പറയേണ്ടത് അതിനൊന്നും കൊടുക്കാതിരിക്കുന്ന അതിനൊക്കെ ഒടുവിൽ 3 കല്ലേലിയ പറഞ്ഞു വെച്ചിരിക്കാൻ പറയണം. അത് അത്ര അങ്ങനെ കൊടുക്കില്ല. എന്നാൽ അറിവും പരിജ്ഞാനവും ആരോഗ്യവും ശുശ്രൂഷയിൽ തന്മയത്വമുള്ള പ്രായമുള്ള ദൈവദാസന്മാർ വന്നാൽ അവരെ ബഹുമാനിക്കണം. അവർക്ക് ശുശ്രൂഷയ്ക്ക് അവസരം കൊടുക്കണം. അതുപോലെ പ്രായമുള്ളൊരു സീനിയർ പാസ്റ്റർ വന്നാൽ അവരെ ഫ്രണ്ടിലോട്ട് ഇരുത്തണം. നിങ്ങൾ ചില മരണ വീടുകളിലും കല്യാണ ശുശ്രൂഷയ്ക്കൊക്കെ ചെല്ലുമ്പോൾ ആദ്യം മുന്നിൽ ഇതാരാ? അത് സെക്രട്ടറി. എത്ര വയസ്സുണ്ട്? 30 വയസ്സ്. ഇതാരാ? അത് കൗൺസിൽ മെമ്പർ. എത്രയുണ്ട്? 32.5. ഇതാരാ? അത് കൗൺസിൽ മെമ്പർ. അത് 3 എണ്ണം. എത്ര വെച്ചുണ്ട്? 43, 48, 50. ആ മൂല ഇരിക്കുന്ന പ്രായമുള്ള പുള്ളിക്ക് 78 വയസ്സ്. അതിനെ പുള്ളി ഇപ്പൊ കൗൺസിലിൽ ഇല്ല. എടാ, പ്രായമുള്ള ദൈവദാസന്മാരെ ഫ്രണ്ടിലിരുത്തണം. മനസ്സിലാകുന്നുണ്ടാവല്ലോ? അവരെ ആദരിക്കണം. നരച്ച തല ശോഭയുള്ള കിരീടമാണ്. വയോധികന്റെ പക്കൽ ജ്ഞാനമുണ്ട്.
ഈ സഭയെല്ലാം അധപ്പതിക്കാൻ കാര്യം പിള്ളേര് കളിയാണ്. പാശ്ചാത്യ നാടുകളിലെല്ലാം യൂത്ത് പറയാൻ പോലാണ്. യൂത്ത് എല്ലാം കൂടെ കിടന്ന് കൂത്ത് കളിയാ. ഇവിടെ ഒരു കല്യാണത്തിലെല്ലാം കൂടെ കിടന്ന് ചാടുന്ന കണ്ട് കൂക്ക് വിളിയോ കുറുക്ക് വിളിയോ. പെന്തിക്കോസുകാരുടെ കാര്യമായി പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? പ്രായമുള്ള ദൈവദാസന്മാരെ ആദരിക്കണം, അവരെ ബഹുമാനിക്കണം, അവർക്ക് ശുശ്രൂഷയ്ക്ക് അവസരം കൊടുക്കണം. ഇതിപ്പം പിള്ളേര് കളി കൂടുതൽ ഒരു ശുശ്രൂഷ ചെയ്യാൻ പോലും ചിലർക്ക് അറിയത്തില്ല. ഞാൻ 1-2 വിവാഹ ശുശ്രൂഷ ചെറുപ്പക്കാർ ചെയ്യുന്നത് ഞാനും കണ്ടു. നന്നായിട്ട് ചെയ്യുന്നെങ്കിൽ കുഴപ്പമില്ല. പരിജ്ഞാനക്കേടാ. ശവസംസ്കാരത്തിന് ചെന്ന് കണ്ടു, പരിജ്ഞാനക്കേടാ പലരും. എന്നാൽ അവിടെ നല്ല പ്രായമുള്ള ദൈവദാസന്മാരുണ്ട്, അവർക്കത് കൊടുത്തേ എന്ത് തന്മയത്വമായിട്ട് അവർ ചെയ്യും. ഞാൻ മിക്കപ്പോഴും പറഞ്ഞിട്ടുള്ളത്, ബോംബെ വെച്ച ഒരു പ്രായമുള്ള സീനിയർ പാസ്റ്റർ എന്നപ്പോൾ ഞാൻ അവിടുത്തെ ശുശ്രൂഷനോട് പറഞ്ഞു, പുള്ളി കർത്തൃമേശ നടത്തട്ടെ. എന്നോട് എനിക്കറിയാം അവൻ്റെ ഈ ലക്ഷണവും പരുവക്കേടും കണ്ടപ്പോഴേ മനസ്സിലായി ഇവനത് കുളവാക്കുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പുള്ളിക്ക് കൊടുക്കുക, പുള്ളി സീനിയർ ആളല്ലേ. അവനെ പറഞ്ഞു. അപ്പൊ പ്രായമുള്ള ദൈവദാസനം അവിടെ ഇരിപ്പുണ്ട്, പുള്ളിയെ മൈൻഡ് ചെയ്യുന്നില്ല. അവിടെ വിലവനെ അങ്ങോട്ട് വരുന്ന ഒരു ടൈമൊക്കെ കിട്ടി കർത്തൃമേശ നടത്താൻ. അപ്പം ആൾക്കാരും ഒക്കെ ഒത്തിരി ഉണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പ്രസംഗിക്കാനും ഉണ്ട്. അപ്പം എടുത്ത് നുറുക്കിയിട്ട് അടുത്ത വാചകം അറിയാൻ മേല, കുഴഞ്ഞു. അപ്പം നുറുക്കി വെച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പം പിന്നെ പാസ്റ്റർ അപ്പടിക്കാൻ പുള്ളിയോട് ചോദിച്ചു, ഇനി എന്നാ ചെയ്യണം? പുള്ളി പറഞ്ഞ തന്നെ തിന്നോളാൻ പറഞ്ഞു. കൊടുക്കാത്തതിൻ്റെ കെറിവും ഉണ്ടായിരിക്കും. അത് കേട്ടപ്പോൾ പിന്നെയും മെപ്രാണം. പിന്നെ ഞാനും ഉണ്ടായിരുന്നൊരു പാട്ടുമൊക്കെ പാടി അത് പരിഹരിച്ചു. അപ്പം അത് ഞാൻ ആക്ഷേപിച്ച് പറഞ്ഞതല്ല, അത് ആ സീനിയർ ദൈവദാസൻ ചെയ്തിരുന്നെങ്കിൽ ആ ശുശ്രൂഷ ഭംഗിയായിട്ട് നടന്നേനെ. ഞാൻ ഞങ്ങളുടെ തിരുവല്ല അഹപ്പുറം ചർച്ചിലൊക്കെ സീനിയർ പാസ്റ്റേഴ്സ് വരുമ്പോൾ ഞാൻ അവരോട് പറയും, കർത്തൃമേശ അങ്ങ് നടത്തിയാട്ടെ. ചിലര് സമ്മതിക്കും, ചിലർ പറയും വേണ്ട, അത് ഞങ്ങൾ ഇടയ്ക്ക് കാണാറുണ്ട്, നന്നായിട്ട് ചെയ്യുന്നുണ്ട്, അങ്ങ് ചെയ്തോ. ഞാൻ എന്നാലും നിർബന്ധിക്കും, ചെയ്യേ. എനിക്കിഷ്ടമാണ് പ്രായമുള്ള ദൈവദാസന്മാരെ, ഞാൻ അവരുടെ കൂടെ ഇരിക്കും. ഈ പ്രായമുള്ളവർ പ്രസംഗിക്കുന്നത് കൂടുതലും അനുഭവത്തിൽ നിന്നാണ്. പുതിയ ആൾക്കാർ മുഴുവൻ പുസ്തകത്തിൽ നിന്നാണ്. അതിലെ പുതിയ പ്രസംഗമായിട്ടില്ലേ, പിന്നെ ഡാർവിനോ ഇന്നയാൾ ഇന്നത് പറഞ്ഞു, കാൽവിൻ ഇന്നത് പറഞ്ഞു, യൂറോപ്പിൽ ഒരാളിങ്ങനെ പറഞ്ഞു, ഡെൻമാർക്കിൽ ഒരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, ബാംഗ്ലൂരിൽ നമ്മുടെ ഒരു സീനിയർ പാസ്റ്റർ അങ്ങനെ പറഞ്ഞു, ആസ്ട്രേലിയയിൽ ഒരു യൗവനക്കാരൻ ഇങ്ങനെ. അസമ പ്രായമുള്ളൊരു ദൈവദാസൻ പറയും, ആസ്ട്രേലിയക്കാരനും ജർമ്മനിക്കാരും പറഞ്ഞതല്ല മോനെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നടത്ത് ശുശ്രൂഷിച്ചപ്പോൾ ഇന്ന സംഭവം ഉണ്ടായി. ഇപ്പോഴത്തെ ആൾക്കാർ പട്ടിണിയെ പറ്റി ഒരു ആസ്ട്രേലിയൻ മിഷനറി പറഞ്ഞിരിക്കുന്നത്. അന്നേരം അപ്പച്ചൻ പറയും, മോനെ ഞാൻ കുമ്പനാട്ടിരുന്നപ്പം 10 ദിവസം പട്ടിണി കിടന്നു. ആലപ്പുഴ ചെന്ന് ശുശ്രൂഷിച്ച സമയത്ത് 4 ദിവസം പട്ടിണി. എന്തിനാ ആസ്ട്രേലിയ വരെ പോകുന്നത്? അനുഭവത്തിൽ എന്ന് പറയും. അതുകൊണ്ട് സകല പെന്തിക്കോസുകാരോട് ഞാൻ പറയാം, സീനിയർ പാസ്റ്റർമാരെ ആദരിക്കണം, പ്രായമുള്ള ദൈവദാസന്മാരെ ബഹുമാനിക്കണം. അവരെ വേദിയിൽ സദസ്സിൽ വന്നാൽ അവരെ ശുശ്രൂഷയ്ക്ക് സഹായം ചെയ്തു കൊടുക്കണം. അല്ലെങ്കിൽ ഇത് മുഴുവൻ അധപ്പതിക്കും. ഇനി എന്നെ അധപ്പതിക്കാനാ? അധപ്പതിക്കും. ഇത് പിള്ളേര് കളി പോയാൽ. പിള്ളേര് സഭയ്ക്ക് ആവശ്യമാണ്. അവരിത് കണ്ടും കേട്ടും വളർന്നു വരണം. മനസ്സിലായോ? ഇതെന്നതാ, പാട്ടെന്നതാ, പ്രാർത്ഥന എന്നതാ, ശുശ്രൂഷ എന്നതാ, രീതി എന്നതാ, കാര്യം എന്നാന്ന് പിള്ളേരിത് കണ്ടും കേട്ടും വളരണം. ഇടയ്ക്ക് ഞാൻ ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ പിണങ്ങാനൊന്നും പറഞ്ഞതല്ല. നിങ്ങൾ പിണങ്ങിയാലും എനിക്കൊന്നുമില്ല. പണി നോക്കാൻ പറയും.
നീ മുഖം ഇങ്ങനെ വീർപ്പിച്ചിരുന്ന ഞാൻ ഏതാണ്ട് കുറയ്ക്ക് വന്ന നല്ല ഏലായി. നിന്റെ മോന്ത കൂടാന്നല്ലാതെ എനിക്കൊരു വിഷയമില്ല. അപ്പൊ ഒന്ന് ബിലിയാമിന്റെ ഉപദേശക്കാർ, രണ്ട് നിക്കലോവിയ ഉപദേശക്കാർ, മൂന്ന് കള്ളയപ്പോസ്തലന്മാർ. അപ്പോസ്തലന്മാരല്ലാതിരിക്കത്തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് കളവായി പറയുന്നവര് നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടെത്തി. അപ്പൊ കള്ളയപ്പോസ്തലന്മാര് സഭയ്ക്കകത്ത് കയറി. അതുകൊണ്ടൊക്കെ ആ കർത്താവ് ഇപ്പൊ സഭയുടെ വെളിയിൽ നിന്ന് യേശു മുട്ടുന്നു. ഞാനിനി ആ ഭാഗം അധികം വിവരിക്കുന്നില്ല. അതുകൊണ്ടാ യേശു വെളിയിൽ പോയത്. ആ വെളിയിൽ നിന്ന് വാതിക്കൽ നിന്ന് യേശു മുട്ടുന്നു. അതിനകത്തെ ആത്മീയ പാഠം ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിന്റെ വാതിക്കൽ നിന്ന് യേശു മുട്ടുക. എന്തിനാണെന്നറിയാമോ? ഹൃദയത്തിനകത്തേക്ക് വരാൻ. ഇതിനകത്തേക്ക് വരണമെങ്കിൽ അകത്തിരിക്കുന്ന ചില സാധനങ്ങൾ വെളിയിൽ കളയണം. ദുശ്ചിന്ത, പക, പിണക്കം, കോപം, ക്രോധം, ജാരശങ്ക, ഈർഷ്യ, ദുർഭാഷണം, ഇതൊക്കെ അകത്തിരിക്കുക ധാരാളം സംഗതികൾ. ഇന്ന് രാത്രി അതിനെയെല്ലാം വെളിയിൽ കളയണം. ഇന്ന് രാത്രി ദൈവത്തോട് പറ, എൻ്റെ കർത്താവേ, എൻ്റെ ഹൃദയത്തെ ഒന്ന് ശുദ്ധീകരിക്കണം. എൻ്റെ ഹൃദയത്തിനകത്തിരിക്കുന്ന പകയും വിദ്വേഷവും പിണക്കോ ദുശ്ചിന്തയെല്ലാം മാറ്റി ഇന്ന് രാത്രി അവിടുന്ന് എൻ്റെ ഉള്ളിലേക്ക് വരണം. യേശു നിന്റെ ഹൃദയത്തിന്റെ വാതിക്കൽ നിന്ന് മുട്ടുക. ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിന്റെ വാതിൽ തുറന്നു കൊടുക്ക്. യേശു നിന്റെ ഹൃദയത്തിലേക്ക് വരും. 5 പൈസ മുടക്കണ്ട, അര കാശ് കൊടുക്കണ്ട, മെഴുകുതിരിയും കൊടുക്കണ്ട, എണ്ണയും കൊടുക്കണ്ട, അരിയോ പൊരിയോ ഒന്നും കൊടുക്കണ്ട, വസ്തു കൊടുക്കണ്ട, സ്വോത്രകാഴ്ച ഒന്നും വിടണ്ട. നിന്റെ ഹൃദയത്തിന്റെ വാതില് ഇന്ന് രാത്രി തുറന്നു കൊടുക്ക്. യേശു നിന്റെ ഹൃദയത്തിലേക്ക് വരട്ടെ. ഇതാകുന്ന സുപ്രസാദ കാലം, ഇതാകുന്ന രക്ഷാദിവസം. ഇന്ന് രാത്രി യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുക്ക്. യേശുവിനെ ഹൃദയം തുറന്നു കൊടുക്ക്. ഇന്ന് രാത്രി കർത്താവ് നിന്റെ ഉള്ളിലേക്ക് വരട്ടെ. മാറിടാത്ത യേശു വേദന പാപത്താലും രോഗത്താലും അലഞ്ഞിടേണ്ട, കടന്നു യേശു നിന്നെ വിളിക്കുന്നു. കടന്നു വാ. യേശു നിന്നെ വിളിക്കുന്നു. ഓ കടന്നു വാ, കടന്നു വാ. യേശു നിന്നെ വിളിക്കുന്നു. ഇന്ന് രാത്രി ഹൃദയത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുക. യേശു നിന്റെ ഹൃദയത്തിന്റെ വാതിക്കൽ നിന്ന് മുട്ടുക. ഓടിച്ച് അവസാനിപ്പിക്കാം. വാതിക്കൽ എന്തൊക്കെ, ആരൊക്കെ? ഒന്ന്, യേശു ക്രിസ്തു വാതിക്കൽ നിന്ന് മുട്ടുന്നു. ഇന്ന് രാത്രി ഹൃദയം തുറന്ന് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം. 2, വാതിക്കൽ എന്തോ ഉണ്ട്. വായിച്ചേ, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം ആദ്യം തമിഴിൽ വായിക്കണം, പിന്നെ മലയാളത്തിൽ വായിക്കണം. ഉൽപ്പത്തി 4:7. அப்பொழுது நீ நன்மை செய்தால் மேன்மை இல்லையோ, நீ நன்மை செய்யாதிருந்தால் பாவம் வாசல் படியில் படுத்திருக்கும். பாவம் വാതിക്കൽ പടിയില് പടുത്തിരിക്കും. ഇനി മലയാളത്തിൽ എന്ത് വായിച്ചോ? നമുക്ക് അറിവുള്ള വാക്യമാ, എന്നിരുന്നാലും വായിച്ചോ. 4:7. നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഉണ്ടാകില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിക്കൽ കിടക്കും. പാപം വാതിക്കൽ കിടക്കും. അതിന്റെ ആഗ്രഹം. ഇന്ന് രാത്രി വാതിക്കൽ എന്തൊക്കെയുണ്ടെന്നാ? ഒന്ന്, വാതിക്കൽ നിന്ന് യേശു മുട്ടുന്നു നിന്റെ ഹൃദയത്തിനകത്തേക്ക് പ്രവേശിക്കാൻ. ഇന്ന് രാത്രി ഹൃദയം തുറന്നു കൊടുക്കണം. യേശു ഹൃദയത്തിലേക്ക് വരട്ടെ. 5 പൈസ മുടക്കണ്ട, ഒരു ഭൗതിക വസ്തുക്കൾ കാഴ്ചയും വെക്കണ്ട. ഹൃദയത്തിന്റെ വാതിൽ തുറന്നു കൊടുത്താൽ മതി.
2, വാതുക്കൽ പാപം കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാണ്. ഇന്ന് രാത്രി നീ അതിനെ ജയിക്കണം, അതിനെ കീഴടക്കണം. സകല മനുഷ്യരും പാപികളാണെന്ന് ഈ പുസ്തകം പഠിപ്പിക്കുന്നത് അത് അങ്ങനെ തന്നെ. അകൃത്യത്തിൽ ഉരുവായി പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ഒരു വ്യത്യാസമല്ല, എല്ലാവരും പാപം ചെയ്തു. ആ പാപികളായ മനുഷ്യനെ രക്ഷിപ്പാനാണ് പാപമില്ലാത്ത പരിശുദ്ധനാകുന്ന യേശു ക്രിസ്തു സ്വർഗ മഹിമകൾ വിട്ട് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നത്, മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ. ഞാനധികം വിവരിക്കുന്നില്ല. പാപത്തിന് പരിഹാരം യേശു ക്രിസ്തുവിൽ കൂടി മാത്രം. അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. യേശുവിന്റെ രക്തത്തെ കൊണ്ട് മാത്രമേ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിവുള്ളൂ. ഇന്ന് രാത്രി വാതുക്കൽ കിടക്കുന്ന പാപത്തിന്റെ മേൽ ഈ രാത്രി ജയമെടുക്കണം. ആ ജയം സ്വയശക്തി കൊണ്ട് കിട്ടത്തില്ല. യേശുവിന്റെ പുണ്യാക രക്തം, ഹാബേലിന്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്താൽ ഇന്ന് രാത്രി പാപക്ഷമയുണ്ട്. ആട്ടുകൊറ്റന്മാരുടെയും കാണക്കിടാക്കിയുടെ രക്തവും മലിനപ്പെട്ടമേ തളിക്കുന്ന പശുഭസ്മവും ജഡികശുദ്ധി വരുത്തുമ്പോൾ നിത്യാത്മാവിനാൽ പിതാവാം ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം നിന്റെ സകല പാപവും പോക്ക് നിന്നെ ശുദ്ധീകരിക്കും. ഇന്ന് രാത്രി സകല അനീതിയും പാപവുമാണ്. ആ പാപം വാതുക്കൽ കിടക്കുക. ഇന്ന് രാത്രി വാതുക്കൽ കിടക്കുന്ന പാപത്തിന്റെ മേൽ ജയമെടുത്ത് തിരിച്ചു പോകാം. ഞാൻ ഓടിച്ച് അങ്ങ് നിർത്തുകയാ. 1, യേശു വാതുക്കൽ നിന്ന് മുട്ടുന്നു. 2, വാതുക്കൽ പാപം കിടക്കുന്നു. ഇന്ന് രാത്രി അതിനെ ജയിക്കണം. 3, വാതുക്കൽ എന്തോ ഉണ്ടെന്ന് ചോദിച്ചാൽ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം പഠിക്കുമ്പോൾ വാതുക്കൽ സംഹാരദൂതൻ നിൽക്കുന്നു. നിങ്ങളാണ്ട പുറപ്പാട് പുസ്തകം അതിന്റെ 12-ാം അധ്യായം എടുത്താട്ടെ. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ അതിന്റെ 14 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചേ. 13, 14. പുറപ്പാട് 12, 13, 14. நீங்கள் இருக்கும் வீடுகளில் அந்த இரத்தம் உங்களுக்காக அடையாளமாய் இருக்கும். அந்த இரத்தத்தை நான் கண்டு உங்களை கடந்து போவேன். நான் எகிப்து தேசத்தை அழிக்கும் போது அழிக்கும் வாதை உங்களுக்குள்ளே வராதிருக்கும். அந்த நாள் உங்களுக்கு நினைவு கூறுதலான நாளாயிருக்க கடவுது. அதை கர்த்தருக்கு பண்டிகையாக. 29-ാം വാക്യം കൂടെ വായിച്ചേ. 12:29 മുതൽ. நடுராத்திரியிலே சிங்காசனத்தின் மேல் வீற்றிருக்கும் பார்வோனுடைய தலைப்பிள்ளை முதல் காவல் கிடங்கில் இருக்கிற சிறைப்பட்டவனின் தலைப்பிள்ளை வரைக்கும் எகிப்து தேசத்தில் இருந்த முதற்பேர் அனைத்தும் மிருக ஜீவன்களின் தலையீற்று அனைத்தும் கர்த்தர் அழித்தார். ഈ വാക്യങ്ങളെല്ലാം കൂടെ ചേർത്ത് പഠിച്ചാൽ വാതുക്കൽ സംഹാരദൂതൻ നിൽക്കുക. പശ്ചാത്തല ഭാഗം നിങ്ങൾക്കറിയാം, നമുക്കറിയാം. വേറെ പുസ്തകം വായിക്കുന്ന പഠിക്കുന്നവർക്കറിയാം. ഇസ്രായേൽ മക്കളെ വിട്ടുകൊടുക്കാതിരിക്കത്തക്ക വിധത്തിൽ ഫറവോൻ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. ഓരോ ബാധ വരുമ്പോഴും ഓരോ യോഗം വെക്കും. യോഗം കഴിയുമ്പോൾ ബാധ മാറ് ഫറവോന്റെ ഹൃദയം കഠിനപ്പെടാൻ തുടങ്ങി. അപ്പോൾ ദൈവം ഒരു വ്യവസ്ഥ വെച്ചു. അവൻ സംഹാരദൂതനെ അയക്കാൻ പോകുകയാ. ആദ്യജാതന്മാർ മാറ്റപ്പെടും. അതിന് രക്ഷപ്പെടാൻ ഒരു മാർഗം, ഒരു കുഞ്ഞാട് അറുക്കപ്പെടണം. അതിന്റെ രക്തം കട്ടിളക്കാർ 2 കുറുമടി പോലെ പുരട്ടണം. കാല് ചെരുപ്പിട്ട് കയ്യിൽ വടിപിടിച്ച് അരമുറുക്കി കുഞ്ഞാടിനെ തീയിൽ ചുട്ട് കയ്പ് ചീര കൂട്ടിപ്പിടിച്ച് പുളിപ്പില്ലാത്ത അപ്പവും കൂടെ ചേർത്ത് ഇതിനെ ഭക്ഷിക്കണം. അന്ന് രാത്രി ആരും വെളിയിൽ ഇറങ്ങരുത്. കാരണം സംഹാരദൂതൻ വാതുക്കലുണ്ട് എന്ന് പറഞ്ഞാൽ 3 വാതുക്കൽ സംഹാരദൂതൻ നിൽക്കുക. നിന്റെ അകത്തോട്ട് കയറി ആദ്യജാതൻ പോകാതിരിക്കണമെങ്കിൽ, ആദ്യജാതൻ അവൻ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ചോരത്തളി ആചരിക്കണം. ഒരു കുഞ്ഞാടിനെ അറക്കണം, ചോരത്തളി ആചരിക്കണം. പൗലോസ് പറഞ്ഞു, നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു, അത് ക്രിസ്തു തന്നെ. വാതുക്കൽ നിൽക്കുന്ന സംഹാരദൂതനിൽ നിന്ന് രക്ഷപ്പെടാൻ കുഞ്ഞാടിന്റെ ചോര അടയാളമായിട്ട് പുരട്ടണം. ഇന്ന് രാത്രി ആ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം അടയാളമുള്ള ഒറ്റ കുടുംബത്തിൽ സംഹാരമാത അകത്ത് കയറത്തില്ല. ഇന്ന് രാത്രി സംഹാര ശക്തിയിൽ നിന്ന്, സംഹാര ദൂതനിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെങ്കിൽ ദൈവം വെച്ച വ്യവസ്ഥ പ്രകാരം കുഞ്ഞാടിനെ അടുത്ത് ചോരത്തളി ആചരിക്കണം എന്ന് പറഞ്ഞാൽ നീ രക്ഷിക്കപ്പെടണം.
CSI മാർത്തോമായ, ഞാൻ പെന്തിക്കോസില, ഞാൻ കത്തോലിക്കല, യാക്കോബായ, മാർത്തോമായ, ഓർത്തഡോക്സ, റീത്ത, അന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. നീ രക്ഷിക്കപ്പെടണം. ഞങ്ങളുടെ സ്ഥലത്ത് സഭാഗോള് വെച്ചേക്കുന്ന നീ സ്വർഗത്തിൽ പോകുകയല്ല. എൻ്റെ അപ്പച്ചൻ പാസ്റ്റർ, അപ്പച്ചൻ്റെ കാര്യം തന്നെ ഇപ്പം കഷ്ടത്തിലായിരിക്കുക. സ്വർഗത്തിൽ പോകണമെങ്കിൽ നീ രക്ഷിക്കപ്പെടണം. ഞങ്ങളുടെ വീട്ടിൽ അച്ഛനുണ്ട്, ചെമ്മാച്ചനുണ്ട്, കന്യാസ്ത്രീകൾ 5-6 എണ്ണം ഉണ്ട്, അച്ഛന്മാരുണ്ട്, മെത്രാനുണ്ട്. അതൊക്കെ നല്ല കാര്യം. കലമണ്ണി കശീശ ഞങ്ങളുടെ ഉപ്പാപ്പന, നല്ല കാര്യം. സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം. റിവാനിയോസ് ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടതാ, അല്ല ഞാൻ എതിർക്കുന്നില്ല. പക്ഷെ സ്വർഗത്തിൽ പോകണമെങ്കിൽ നീ രക്ഷിക്കപ്പെടണം. ഞാൻ സൈമൺ സാറിൻ്റെ കുടുംബത്തിൽപ്പെട്ടതാ, കുന്നുംപുറത്ത് തറവാട്ടിലെയാ. നല്ലത് സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം. നാഗൽ സാഹിബ് ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചതാ, അങ്ങ് വാണിയംകുളത്ത്, നല്ല കാര്യം. സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം. കുക്ക് സാഹിബ് കിടന്ന കട്ടിൽ ഞങ്ങളുടെ വീട്ടിൽ കിടപ്പുണ്ട്, അവിടെ കിടക്കട്ടെ. പക്ഷേ സ്വർഗത്തിൽ പോകണമെങ്കിൽ രക്ഷിക്കപ്പെടണം. കയ്യപ്പറക്കാൻ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്, നല്ല കാര്യം. പക്ഷെ സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം. സ്തോത്രം. ഞങ്ങൾ സിറിയയിലെ ഉറഹായിന്ന് വള്ളത്തെ വന്നതാ. 7 ഇല്ല 72 കുടുംബം. നിങ്ങൾക്ക് മനസ്സിലാകുകയില്ല, അത് മനസ്സിലാകുന്നവരുണ്ട്. അവിടെ ഞങ്ങൾ വള്ളത്തെ ഒത്തുതീരിച്ചവർ കപ്പൽ കയറി മലനാടു നോക്കി പുറപ്പെട്ട ൂരങ്ങീത് വന്നിറങ്ങി 7-4 വെടിയും വെച്ച് വെടിവെച്ചു ഗോപുരം. വെടിവെച്ചാലും കൊള്ളാം, പടക്കം പൊട്ടിച്ചാലും കൊള്ളാം. നീ സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം. ഞാൻ കനായിത്തൊമ്മന്റെ ആളാ, സ്വർഗത്തിൽ പോകുകയല്ല, സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? ഞങ്ങൾ പകലോ മറ്റെത്തിയ ശങ്കരിപുരിയ, കാളികാവ, അപ്പടിയാ ഇപ്പടി, അതൊക്കെ ഞാൻ എതിർക്കുന്നില്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ നീ രക്ഷിക്കപ്പെടണം. സംഹാരബാധയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അവൻ കുഞ്ഞാടിനെ അറുത്ത് ചോരത്തളി ജാഗരിക്കണം. ഇന്ന് രാത്രി 1 വാതുക്കൽ യേശു നിന്ന് മുട്ടുന്നു ഹൃദയത്തിനകത്തേക്ക് പ്രവേശിക്കാൻ. 2 വാതുക്കൽ ആമൻ സ്തോത്രം നിന്ന് സംഹാരദൂതം നിൽക്കുക. വാതുക്കൽ 2 പാപം വാതുക്കൽ കിടക്കുന്നു, അതിനെ ജയിച്ച് കീഴ്പ്പെടുത്തി അതിൻ്റെ മേൽ ജയമെടുക്കണം. 3 സംഹാരദൂതൻ വാതുക്കൽ നിൽക്കുന്നു, ഇന്ന് രാത്രി അതിൻ്റെ മേൽ ജയമെടുക്കണം. 4 വാതുക്കൽ ന്യായാധിപതി നിൽക്കുന്നു. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വായിക്കാം. യാക്കോബ് 5:9. വാതുക്കൽ ന്യായാധിപതി നിൽക്കുന്നു. യാക്കോബ് 5:9. ആ ആ ആ ഒന്നുകൂടെ തമിഴ് വായിച്ചേ മോളെ. സഹോദരരെ, അല്ലല്ല അവിടെ വായിക്കട്ടെ. സഹോദരരെ, അല്ലല്ല അവിടെ സഹോദരരെ, നിങ്ങൾ ന്യായം തീർക്കപ്പെടാതെപടിക്ക് ഒരുവർക്കൊരുവർ വിരോധമായി മുറയിടാതിരുങ്ങൾ. ഒരുവനോടൊരുവന് അവൻ വിരോധമായിട്ട് മുറയിടരുതെന്ന്. ഇതോ ന്യായാധിപതി വാസൽപ്പടിയിൽ നിൽക്கிறாർ. ന്യായാധിപതി വാതുക്കൽ നിൽക്കുന്നു. വാസൽപ്പടിയിൽ ന്യായാധിപതി വന്ന് നിൽക്കുക. മലയാളത്തിൽ വായിച്ചേ. സഹോദരന്മാരെ വിധിക്കപ്പെടാതിരിക്കാൻ, സഹോദരന്മാരെ വിധിക്കപ്പെടാതിരിക്കാൻ ഒരുവന്റെ നേരെ ഒരുവൻ ഞരങ്ങിപ്പോകരുത്. ഒരുവന്റെ നേരെ ഒരുവൻ ഞരങ്ങിപ്പോകരുത്. നീ സഭയ്ക്കകത്ത് കിടന്ന് വഴക്കുണ്ടാക്കരുത്, ഞരങ്ങിപ്പോകരുത്. ഇത് ഉപദേശിക്കോട് കയറി കൊമ്പ് കോർക്കുക, തമ്മിൽ കൊമ്പ് കോർക്കുക, കമ്മിറ്റി കൂടുക, ഉടനെ കൗൺസിൽ കൂടുക, ഉടനെ അജണ്ട കൊണ്ടുവരിക. ഇതെല്ലാം കൂടെ വെച്ച് ഭയങ്കര ബഹളം. സഭായത്തിന്റെ പകുതിക്ക് കസേരയെടുത്ത് അടിക്കാൻ നോക്കുക. സ്തോത്രം. ഞരങ്ങിപ്പോകരുത്. ദൈവദാസന്മാരോടും ദൈവമക്കളോടും നീ ഞരങ്ങിപ്പോകരുത്. ഇനി അവര് തെറ്റ് ചെയ്തെങ്കിൽ അവരെ ദൈവം പിടിക്കും, സൂക്ഷം പിടിക്കും. ഇവിടിട്ട് പിടിച്ചില്ലെങ്കിൽ കോയമ്പത്തൂരിട്ട് പിടിക്കും, കോയമ്പത്തൂരിട്ട് പിടിച്ചില്ലേ കൊടക്കനാലിലിട്ട് പിടിക്കും, എവിടെയും ഒക്കെ ഇട്ട് പിടിക്കും. നീ ഞരങ്ങിപ്പോകരുത്. യോഗം കഴിയുമ്പോൾ നീ മുറ്റത്തിറങ്ങി മാവിന്റെ ഓട്ടിലും പ്ലാവിന്റെ ഓട്ടിലും തെങ്ങിന്റെ മൂട്ടിൽ നിന്ന് കുരുക്കൊപ്പിച്ച് അടിച്ച് നിന്റെ അണ്ടം ദൈവം കീറും. ചിലപ്പോൾ കൺവെൻഷൻ നാളെയും കൊണ്ടൊന്ന് കഴിയട്ടെ, ഞാൻ പറയുന്നുണ്ട്, നിന്റെ പരിപ്പ് ദൈവം ഇളക്കും. ഞരങ്ങിപ്പോകരുത്.
ദൈവദാസന്മാരെന്ന് പറയുന്നവരെല്ലാം ക്ലിയർ ആണെന്നല്ല ഞാനീ പറഞ്ഞത്. അഥവാ അവൻ എന്തെങ്കിലും ചെയ്താൽ സൂക്ഷം ദൈവം പിടിക്കും. നീ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്ക്. അല്ലാതെ കമ്മിറ്റി കൂടുമ്പോൾ നീ സെക്രട്ടറിയും ട്രഷറും നിന്റെ കുന്തവും കോടാലിയും എല്ലാം കൂടെ വന്ന് അവിടെ കിടന്ന് കാലക്കോണ്ടാക്കി കേസും കോടതിയും മഴക്കും നിന്റെ ആയുസ് നീ രക്ഷപ്പെടുകയല്ല, നിന്റെ കുടുംബം രക്ഷപ്പെടുകയല്ല. അടിച്ച് നിന്നെ ദൈവം ശരിയാക്കും. ഞങ്ങളുടെ അമ്മയുടെ കഞ്ഞിയമ്മ പറയാൻ പോലെ നീ ഒരു നടക്ക് പോവുകയല്ല. ബാക്കി ഞാനിപ്പോൾ പറയുന്നില്ല. ഇത് ചെറിയ കേസല്ല, നീ ദൈവത്തോടാ കയറി കളിക്കുന്നേ. ന്യായാധിപതി വാദിക്കാൻ നിൽക്കുക, നിന്നെ ന്യായം വിധിക്കും. പ്രസംഗിക്കുന്ന എന്നെ ന്യായം വിധിക്കും, കേൾക്കുന്ന ഇവരെ ന്യായം വിധിക്കും, പാട്ടുകാരെ ന്യായം വിധിക്കും. മൈക്ക് സെറ്റ് ചെയ്യുന്ന പുള്ളിയെ ന്യായം വിധിക്കും. ഈ സെറ്റെല്ലാം വർക്ക് ചെയ്തിട്ട് അഭിഷേകം പ്രാപിച്ചോ, ന്യായം വിധിക്കും. അത് പിടിച്ച് തിരിച്ച് അങ്ങോട്ട് കയറ്റി നല്ല കാര്യം ന്യായം വിധിക്കും ദൈവം. വീഡിയോ എടുക്കുന്ന പുള്ളിയെ ന്യായം വിധിക്കും. പ്രസംഗമെല്ലാം കേൾപ്പിച്ചു കൊടുക്കുക നാട്ടുകാരെ. ഗുണപ്പെട്ടതാണോ? ഇല്ല. ഗുണപ്പെട്ടില്ല, ന്യായം വിധിക്കും. രക്ഷിക്കപ്പെട്ടോണം. എല്ലാം കൂടെ പിടിച്ചേച്ച് പോയി നരകത്തിൽ പോയി ഇരുമ്പ് വെള്ളം കുടിക്കരുത്. പുള്ളി ചിലപ്പോൾ പറയാം പിടിച്ചോ എന്നും പറഞ്ഞ് പുള്ളി എവിടെ എന്റെ ജോസ് എന്തിയെ? ജോസ് വേറെ സ്ഥലത്ത് പോയായിരിക്കും ഏൽപ്പിച്ചേച്ച്. ജോസിനെ ന്യായം വിധിക്കും. നീ പ്രസംഗമെല്ലാം പിടിച്ചേച്ച് നീ ഗുണപ്പെട്ടോ എന്ന് ചോദിച്ചാ, പ്രസംഗിക്കുന്ന എന്നോട് ചോദിക്കും. നീ അരുമനെ പോയി പ്രസംഗിച്ചു, മാർത്താണ്ഡത്ത് പ്രസംഗിച്ചു, കൊലശേഖരമംഗലത്ത് പ്രസംഗിച്ചു, അവിടെ ഇവിടെ പോയി, നീ ഗുണപ്പെട്ടോ എന്ന് എന്നെ ന്യായം വിധിക്കും. എന്നെ ന്യായം വിധിക്കും. കേൾക്കുന്ന നിങ്ങളെ ന്യായം വിധിക്കും. ന്യായാധിപതി വാനൊക്കെ നിൽക്കുക. സ്തോത്രം. സെക്രട്ടറിയെ ന്യായം, നീ ശരിക്കാന്നോ എഴുതിയെല്ലാം വെച്ചേക്ക്, നിന്നെ ന്യായം വിധിക്കും. ട്രഷർ, നീ ഇതൊന്ന് അടിച്ചു മാറ്റിയോ, ന്യായം വിധിക്കും. സ്തോത്രം. കൊടുത്തവനെ ന്യായം വിധിക്കും, മേടിച്ചവനെ ന്യായം വിധിക്കും, ചെലവഴിച്ചവനെ ന്യായം വിധിക്കും. ന്യായാധിപതി വാനൊക്കെ നിൽക്കുക. സ്നാനപ്പെട്ടിട്ടുള്ളവരും മറുപാചത്തിട്ടമായി പേശിയോരും, സ്നാനപ്പെട്ടിട്ടുള്ളവരും മറുപാചത്തിട്ടമായി പേശിയോരും, പാചക വ്യാഖ്യാനം ചെയ്തവരും വരും, പാചക വ്യാഖ്യാനം എല്ലാവരും ഒന്നേ മതിയാകൂ. രാജരാജൻ മജീക സിംഹാസന പുസ്തകമായി വരുമേ. ഓ രാജരാജൻ മജീക സിംഹാസന പുസ്തകമായി ഡിവിഷനയ്യ എന്നിവരും ഹെൽപ്പർ കമാൻഡർമാരും, ഡിവിഷനയ്യ എന്നിവരും ഹെൽപ്പർ കമാൻഡർമാരും, മൂപ്പൻ കണക്കനും കപ്പ്യാരും സെക്രട്ടറി മൂപ്പൻ കണക്കനും എല്ലാവരും ഒന്നേ മതിയാകൂ. ഇതിന്റെ ശബ്ദം ഇച്ചിരി കുറയ്ക്കണം. എന്റെ ശബ്ദം കൊള്ളത്തില്ലെങ്കിലും ഇച്ചിരി മേളിൽ നിൽക്കണം. കാരണം ഞാൻ പാടുന്ന വരികൾ പദം പാടുകല്ല, ഞാൻ പറയുക. എന്നാലും ഇദ്ദേഹം നന്നായിട്ട് പാടുന്നുണ്ട്, ഞാൻ കേട്ടു. നന്നായിട്ട് ക്ലാസിക്കലൊക്കെ പാടുന്നു. യോഗം തീരുമ്പോൾ ഒരു പാട്ടുകൂടെ പാടണം, അത് കേട്ടോണ്ട് ഞങ്ങൾ പോകും. അപ്പൊ ഇവരൊക്കെ നന്നായിട്ട് പാട്ട് പാടും, ഞാൻ പാടുകല്ല പറയുക. പക്ഷെ പറയുന്നത് എന്നാന്ന് കേൾക്കണം. അപ്പൊ അതിൻ്റെ ശബ്ദം ഒരല്പം താത്തിട്ട് എൻ്റെ ശബ്ദം ഈ പാട്ടിന് മേളിൽ നിൽക്കണം. കേണൽ ഡിവിഷനയ്യ എന്നിവരും ഹെൽപ്പർ കമാൻഡർമാരും, കേണൽ ഡിവിഷനയ്യ എന്നിവരും ഹെൽപ്പർ കമാൻഡർമാരും, മൂപ്പൻ കണക്കനും കപ്പ്യാരും സെക്രട്ടറി, മൂപ്പൻ കണക്കനും കപ്പ്യാരും സെക്രട്ടറി, മൂപ്പൻ കണക്കനും കപ്പ്യാരും സെക്രട്ടറി, മൂപ്പൻ കണക്കനും കപ്പ്യാരും സെക്രട്ടറി എല്ലാവരും ഒന്നേ മതിയാകും. രാജരാജൻ മഷീക സിംഹാസന പുസ്തകമായി വരുമേ. രാജരാജൻ മഷീക സിംഹാസന പുസ്തകമായി വരൂ. പാതിവൃത്യമില്ലാത്ത ഭാര്യമാരും ഭർത്താക്കന്മാരും വരും. പാതിവൃത്യമില്ലാത്ത ഭാര്യമാരും ഭർത്താക്കന്മാരും വരും.
സംഭവങ്ങൾ അവൻ മുറപോലെ ചോദിക്കും. സംഭവങ്ങൾ അവൻ രഞ്ജിതരായങ്ങ് പുറകോട്ടു വീണിടും. രാജരാജൻ മിശിഹ സിംഹാസന പുസ്തകമായി വരും. ഓ രാജരാജൻ മിശിഹ സിംഹാസന. അപ്പൊ സകല ആൾക്കാരെ ന്യായം വിധിക്കും. പ്രസംഗിക്കുന്ന എന്നെ ന്യായം വിധിക്കും, കേൾക്കുന്ന നിങ്ങളെ ന്യായം വിധിക്കും, സെക്രട്ടറിയെ ന്യായം വിധിക്കും, മൂപ്പനെ, സഭയുടെ മൂപ്പൻ. നമ്മൾ പറയല്ലേ ആ സൈഡിലിരിക്കുന്ന അതെല്ലാം മൂത്തതാ. മൂത്തുപോയി കഴിഞ്ഞാൽ കൈ അടിക്കുകയല്ല, പാടുകയല്ല, പ്രാർത്ഥിക്കല, സൈഡ് സീറ്റ് ഇങ്ങനെ ഇരിക്കുക. സകല മൂപ്പനെ ന്യായം വിധിക്കും. അയ്യായിരം, കൊച്ചയ്യായിരം, വലിയ അയ്യായിരം, കമാൻഡറേയും ഉപദേശിയെയും സെൻട്രൽ പാസ്റ്ററേയും ഓവർസിയറേയും സൂപ്രണ്ടിനെയും പ്രസിഡന്റിനെയും ഖജാൻജിയെ സകല എണ്ണത്തിനെ വൈസ് പ്രസിഡന്റിനെയും സകല എണ്ണത്തിനെ ന്യായം വിധിക്കും. ന്യായാധിപതി വാതിക്കൽ നിൽക്കുന്നു. ഒന്ന്, യേശു വാതിക്കൽ നിന്ന് മുട്ടുന്ന, ഹൃദയത്തിന്റെ വാതിക്കൽ നിന്ന് അകത്തോട്ട് കയറി വരുവാൻ. രണ്ട്, വാതിക്കൽ പാപം കിടക്കുന്നു, അതിനെ കീഴടക്കി ജയിക്കണം. മൂന്ന്, വാതിക്കൽ സംഹാരദൂതൻ നിൽക്കുന്നു, ഇന്ന് രാത്രി അതിന്ന് രക്ഷപ്പെടാൻ ചോരത്തിൽ ആചരിച്ചോണം. നാല്, വാതിക്കൽ ന്യായാധിപതി നിൽക്കുന്നു, ഇന്ന് രാത്രി രക്ഷപ്പെട്ടോണം. അഞ്ച്, അത് പറഞ്ഞങ്ങ് നിർത്തുക. ആമൻ, വാതിക്കൽ ആമൻ നിന്ന് മുട്ടുന്ന പ്രിയന്റെ ശബ്ദം. അത് മലയാളത്തിൽ ഒന്ന് വായിച്ചു, സമയം പോയത് കൊണ്ടാണ്. ഉത്തമഗീതങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ വാതിക്കൽ എന്താണെന്ന് ചോദിച്ചാൽ, വാതിക്കൽ നിന്ന് മുട്ടുന്ന പ്രിയന്റെ ശബ്ദം വാതിക്കൽ കേൾക്കുക. 5-2 വായിച്ച ഉത്തമഗീതം. ഞാൻ ഉറങ്ങുന്നു എങ്കിലും എന്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. വാതിൽക്കൽ മുട്ടുന്ന എന്റെ പ്രിയന്റെ സ്വരം, വാതിൽക്കൽ മുട്ടുന്ന എന്റെ പ്രിയന്റെ സ്വരം. ഇന്ന് രാത്രി ശ്രദ്ധിക്കുക, വാതിൽക്കൽ നിന്ന് മുട്ടുന്ന പ്രിയന്റെ സ്വരം. എന്തിനാണെന്നറിയാമോ? തിരുസഭയെ ചേർത്ത് കൊണ്ടുപോകാൻ. ആ പ്രിയന്റെ സ്വരം കേട്ടോണ്ടിരിക്കുക. യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം, വ്യാധികൾ, കെടുതികൾ, ബാധകൾ, ഈ ശബ്ദങ്ങൾ, ഈ കാര്യങ്ങൾ കാണുമ്പോൾ കേൾക്കുമ്പോൾ ഓർക്കണം, ആമേൻ, പ്രിയൻ വാതിൽക്കൽ വരാറായി, അവിടുത്തെ ശബ്ദം കേൾക്കാറായി. ആമ തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർത്ത് കൊള്ളുവാൻ അവിടുന്ന് പ്രത്യക്ഷപ്പെടാൻ പോകുക. ഇന്ന് രാത്രി യേശുവിന്റെ വരവിൽ നീ ഒരുങ്ങണം. കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടണമെങ്കിൽ രക്ഷിക്കപ്പെടണം. 2, വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. 3, പരിശുദ്ധാത്മ നിറവിനെ പ്രാപിക്കണം. 4, വേർപാട് പാലിക്കണം, തിരുമേശ കെടുക്കണം, പ്രാർത്ഥന കഴിക്കണം, കൂട്ടായ്മ ആചരിക്കണം. ആമൻ, ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസാക്ഷിയോടെ ജീവിക്കണം. കർക്കശമായ വേർപാട് ഉപദേശത്തിൽ ജീവിക്കണം. ഈ വിധത്തിൽ ക്രമീകരണത്തോടെ നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാൻ വാതിക്കൽ പ്രിയന്റെ ശബ്ദം കേൾക്കുക. കർത്താവിന്റെ വരവിനായി നമുക്കൊന്നൊരുങ്ങ. ഇന്ന് രാത്രി എല്ലാവരും സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. വാതിക്കൽ നിന്ന് കേൾക്കുന്ന പ്രിയന്റെ ശബ്ദം ഇന്ന് രാത്രി എല്ലാവരും സമർപ്പിച്ചാട്ടെ. യേശുവിന്റെ വരവിനായിട്ട് ഒരുങ്ങുവാൻ, കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങുവാൻ എല്ലാവരും സമർപ്പിക്കാം. ഒരിക്കൽ കൂടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. കർത്താവിന് ഹല്ലേലൂയ പാടിയാട്ടെ. ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിക്കാം. കൃത്യം 9 മണിയായി. 9 മണിക്ക് ശുശ്രൂഷ അവസാനിപ്പിക്കുവാനാണ് ചിന്തിച്ചത്. ഞങ്ങൾക്ക് ദീർഘദൂരം യാത്ര ചെയ്ത് പോകണമല്ലോ. ഇന്നലെയും ഇന്ന് ശുശ്രൂഷിപ്പാൻ ദൈവം കൃപ നൽകി. ക്ഷണിച്ച സഭയ്ക്കും ശുശ്രൂഷകനും പ്രിയപ്പെട്ടവർക്ക് നന്ദി. ദൂരത്തിരുന്ന് ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവർക്ക് നന്ദി. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യേശു വരാറായി. ആരും കൈവിടപ്പെട്ടു പോകരുത്. നരകമുണ്ട്, സ്വർഗമുണ്ട്. അവിടെ ചാകാത്ത പുഴുവും കെടാത്ത തീയുമുണ്ട്. അതിനകത്ത് പോയി കിടക്കുകയും പെടുകയും ചെയ്യരുത്. എല്ലാവരും നിത്യതയെ കാണണം. നിത്യതയെ കാണണമെങ്കിൽ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കണം. വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം, പരിശുദ്ധാത്മ നിറവിനെ പ്രാപിക്കണം, തിരുമേശ് കിടക്കണം, കൂട്ടായ്മ ആചരിക്കണം, പ്രാർത്ഥന കഴിക്കണം, കർക്കശമായ വേർപാട് പാലിക്കണം. അവരെ ചേർക്കാൻ യേശു വീണ്ടും വരും. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം.